ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപ വിലയുള്ള ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. അഭിഷേക് ശ്രീകുമാർ വന്ന ആദ്യ ദിവസം തന്നെ വോട്ടിങ്ങിൽ, അതായത് നോമിനേഷനിൽ വരികയും ആ ഒരൊറ്റ ദിവസം കൊണ്ട് 80% വോട്ടുകൾ നേടിയെടുക്കാൻ കെൽപ്പുള്ള ഒരു മത്സരാർത്ഥി. ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യം അഭിഷേക് ശ്രീകുമാർ. സോ എൻ്റെ ആ ഒരു പ്രഡിക്ഷൻ കൂടി ശരിയായിരിക്കുന്നു. മുൻകാല സീസണുകളെ ഒക്കെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഏറ്റവും പ്രതാപിയായ എംപററായ ഒരു മത്സരാർത്ഥിയാവാൻ അഭിഷേക് ശ്രീകുമാറിന് ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുമെന്നതിൻ്റെ തെളിവാണ് 75-80% വോട്ടുകൾ. അതായത് 28 ദിവസം വരെ അവിടെ കളിച്ച മത്സരാർത്ഥികൾ നോമിനേഷനിലുള്ളപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും അധികം സപ്പോർട്ടുകൾ നേടിയെടുക്കാൻ അഭിഷേകിന് സാധിക്കുന്നു. ഇത് വളരെ അനിവാര്യമായ ഒരു ഗെയിം തന്നെയായിരുന്നു. കാരണം അഭിഷേക് ശ്രീകുമാറിനെ പോലെയുള്ള ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്ന സ്മാർട്ടായ ഒരു മത്സരാർത്ഥി ഇവിടെ വരേണ്ടത് അനിവാര്യം തന്നെയായിരുന്നു. അത് സംഭവിച്ചിരിക്കുന്നു. നാളിതുവരെയുള്ള എല്ലാ മത്സരാർത്ഥികളെക്കാൾ ഫാൻ ബേസ് ഉണ്ടാവാൻ ഏറ്റവും ചാൻസ് ഞാൻ കാണുന്നു അഭിഷേക് ശ്രീകുമാർ. എനിക്ക് ഏറ്റവും അധികം സന്തോഷം ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം, ഇവിടെ വളരെ അനായാസം നിന്നുകൊണ്ട് പേക്കൂത്തുകളും കാമവരികളും കാണിച്ച് കപ്പ് കൊണ്ടുപോകാമെന്ന മട്ടിൽ നിന്ന ജാസ്മിനും അല്ലെങ്കിൽ മറ്റു ചില വാഴകളായ മത്സരാർത്ഥികളും ഒരുപക്ഷെ പേടിച്ച് പെടുക്കുന്നുണ്ടാവും. അത്രത്തോളം ഒരവസ്ഥയാണിത്. അതായത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വിന്നറാകാൻ കെൽപ്പുള്ളവൻ താനാണെന്ന് അഭിഷേക് ശ്രീകുമാർ കാണിച്ചു കൊടുത്തു. തീർച്ചയായും ഇപ്പോൾ മലയാളികൾ ടോക്സിക്കാണ്, മാടയാണ്, കോടയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് LGBT സപ്പോർട്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ് കടന്നു വരാനുള്ള, പാൽക്കുപ്പി ചാനലുകൾ കടന്നു വരാനുള്ള വലിയ സാധ്യതയുണ്ട്. എന്നാൽ അത്തരക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ അഭിഷേക് ശ്രീകുമാർ ഇപ്പോഴും ലൈവിൽ പറയുന്നത്, അതായത് ബിഗ് ബോസ് വിളിച്ച് വാണിംഗ് കൊടുത്തിരിക്കുന്നു രണ്ടുപേർക്കും അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കരുതെന്ന്. അപ്പോഴും അഭിഷേക് പറയുന്ന ഒരു കാര്യം, താൻ ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡറിനോ അല്ലെങ്കിൽ ഒരു ഗെയ്ക്കോ എതിരല്ല. പക്ഷേ അത് ഉപയോഗിച്ച് അത് ഓർഗനൈസ് ചെയ്ത് മറ്റുള്ളവരുടെ കുടുംബം നശിപ്പിക്കുന്ന ആൾക്കാർക്കെതിരെയാണ് താൻ എതിര് നിൽക്കുന്നത്. ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഉണ്ടാവുന്ന എല്ലാ ഭവിഷ്യത്തുകളും മനസ്സിലാക്കിക്കൊണ്ട് ആദ്യമായി ബിഗ് ബോസ് മലയാളത്തിൽ തൻ്റെ ഇടത്തോടു കൂടി പറഞ്ഞിരിക്കുന്ന ഒരു മത്സരാർത്ഥിയായി അഭിഷേക് ശ്രീകുമാർ മാറുന്നു. അഭിഷേക് ശ്രീകുമാറിനെ ടോക്സിക് എന്നും അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മലയാളികളെ ടോക്സിക് എന്നും പറയുന്നവരോട് ഇതേ അഭിപ്രായം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാനും ഇതേ ചിന്താഗതിയുള്ള ഒരാളാണ്. അതായത് ട്രാൻസ്ജെൻഡേഴ്സിനും അല്ലെങ്കിൽ ഗെയ്ക്കും ഒന്നും ഞാനും എതിരല്ല. എനിക്കും ഇത്തരക്കാർ ഫ്രണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഒരു സാധ്യത വെച്ചിട്ട് അതിക്രൂരമാംവിധം ഒരു കുടുംബത്തെ പോലും തകർക്കുന്ന അല്പസ്വല്പം സ്ത്രൈണതയുള്ള ഒരു വ്യക്തിയെ, അദ്ദേഹത്തിന് 2 കുട്ടികളുണ്ടായിരിക്കാം, ഒരു ഭാര്യ ഉണ്ടായിരിക്കാം, അച്ഛനും അമ്മയും വലിയ കുടുംബമൊക്കെ ഉണ്ടായിരിക്കാം, അതൊന്നും വകവയ്ക്കാതെ ഫോഴ്സ്ഫുള്ളി ഈ ഒരു LGBTQ ഭാഗമാക്കാൻ അതിലേക്ക് തള്ളിയിടുന്ന ഒരു വലിയ വ്യഗ്രത ഈ LGBTQ എന്ന് പറയുന്ന ഈ സംഘടനയുടെ ചില ആളുകളിലെങ്കിലും വളരെ വ്യക്തമായി ഞാൻ കാണുന്നുണ്ട്. തൻ്റെ ഓറിയന്റേഷൻ തിരിച്ചറിഞ്ഞു പോയി എന്ന് പറയുന്ന പലരും കുടുംബമില്ലാതെ ആരോരും തിരിഞ്ഞു നോക്കാതെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലുള്ള നിരവധി ആളുകളുണ്ട്. ഇപ്പോൾ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ഈ മേഖലയിൽ പേരെടുത്ത് ഒരു പബ്ലിസിറ്റി കിട്ടിയവർ. അവരുടെ ആണെങ്കിൽ പോലും ഒരു 40 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന അവസ്ഥ എന്താണ്? കുടുംബമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഇവർക്ക്? ഇവരുടെ അവസ്ഥ എന്താണ്? ഞാൻ ഒരിക്കൽ പോലും ഈ ഒരു അവസ്ഥയിൽ ആയ ഒരു വ്യക്തിയെ ഞാൻ കുറ്റം പറയുന്നില്ല. അവരങ്ങനെ തന്നെ തുടരട്ടെ, കുഴപ്പമൊന്നുമില്ല. അവരെ അകറ്റി നിർത്തണ്ട, അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കാം. പക്ഷേ ഈ ഒരു LGBTQവിനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് ഇവർ വാശി പിടിക്കുന്നത് ഒരിക്കൽ പോലും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇവരെന്ത് ആശയമാണ് കൈമാറുന്നത്? ഇക്കൂട്ടർ എന്താണ് നമ്മുടെ അടുത്ത ജനറേഷന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്താണ് അവർ ഈ സമൂഹത്തിന് നൽകുന്നത്? ഇതുപോലെ അവരുടെ സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം സെക്ഷൽ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ട് നടക്കാൻ വേണ്ടി പേക്കൂത്തുകൾ കാണിച്ച് ഹോട്ടലുകളിലും മറ്റും റൂം എടുത്ത് സെക്സ് ആസ്വദിക്കുന്നതും മേക്കപ്പ് ഇട്ട് നടക്കുന്നതും മാത്രമാണോ ജീവിതം? അത് തന്നെയാണോ നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം? നാദറെ പോലെയുള്ള ചില ആൾക്കാർ ഈ ഷോയിൽ വന്ന് വലിയ ജനപ്രീതി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആളാണ്. പക്ഷേ ഇതിൽ പല ആൾക്കാർ കുടുംബമായി ജീവിക്കുന്ന, കുടുംബവും കുട്ടികളുമായി ജീവിക്കുന്ന ആൾക്കാർ എന്തോ പാതകം ചെയ്യുന്ന മട്ടിലാണ് അക്ഷരാർത്ഥത്തിൽ ഇവർ കാണുന്നത്. ഇവരെ വേർതിരിച്ച് കാണുന്നു എന്ന് പറയുമ്പോൾ ഇവർ നിലവിൽ കാണുന്നത് കുടുംബമായി ജീവിക്കുന്ന ആൾക്കാർ എന്തോ പാതകം ചെയ്യുന്നു, അവരാണ് ശരി, അവരെ പ്രൊമോട്ട് ചെയ്തേ കഴിയൂ എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നു. സോ അത്തരക്കാർക്ക് വളരെ ശക്തമായ ഒരു മറുപടി തന്നെയാണ് അഭിഷേക് ഇന്നലെ കൊടുത്തത്. അതിന് തന്നെയാണ് അഭിഷേകിന് ഏറ്റവും അധികം ആളുകൾ, അതായത് 75-80% ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് വോട്ട് നൽകിയിരിക്കുന്നത്. സോ ഇവിടെ പരാജയപ്പെട്ടു പോകുന്നത് ജാസ്മിൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. ജാസ്മിനും ഗബ്രിയും ഒക്കെ വളരെ അനായാസം കാമപ്പേക്കൂത്തുകളും ആഭാസത്തരങ്ങളും കാണിച്ച് കപ്പ് നേടിയെടുക്കാമെന്നുള്ള ചിന്താഗതിയിലൂടെ കടന്നുപോയവർക്ക് വലിയ വിലങ്ങുതടിയാണ് നേരിടേണ്ടി വന്നത്. അഭിഷേക് ശ്രീകുമാറിന്റെ ഭാഗത്ത് നിന്ന് വലിയ മിസ്റ്റേക്കുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും ഈ സീസണിലെ ഏറ്റവും മികച്ച, അല്ലെങ്കിൽ ഈ 5 സീസണുകളിലെയും ഏറ്റവും മികച്ച ആരാധകരുള്ള ഒരു കണ്ടസ്റ്റന്റായി അഭിഷേക് ശ്രീകുമാർ മാറും.
LGBTQ വിരുദ്ധനാണെന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നത് ഒരിക്കലും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 3 വർഷം മുൻപ് വരെ ഇതൊക്കെ പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളായിട്ടാണ് വ്യാഖ്യാനിച്ചിരുന്നത്, നിയമപരമായി എതിരായിരുന്നു. എന്നാൽ നിയമത്തിൻ്റെ കണ്ണിൽ ഇക്കൂട്ടർ ഒറ്റപ്പെട്ടു പോകണ്ട, അല്ലെങ്കിൽ ഇവരെ ആളുകൾ ഒറ്റപ്പെടുത്തണ്ട എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നിയമം ഇപ്പോൾ അത് നടപ്പിലാക്കിയത് എന്ന് കരുതി ഇത്തരം ആളുകളെ പ്രൊമോട്ട് ചെയ്ത് നാളെ ഇത്തരം ആളുകളായ ഒരു സമൂഹം മാത്രമായി മാറണമെന്ന് ഒരു രീതിയിലും ആഗ്രഹിക്കാൻ നമുക്ക് പറ്റില്ല. ആണും അല്ലെങ്കിൽ പെണ്ണും തമ്മിൽ സ്നേഹിക്കുന്നവർക്കും ഒരുമിക്കുന്നവർക്കും കേളികൾ നടത്തുന്നവർക്കും അവർക്ക് ഇഷ്ടം പോലെ ആവാം. പക്ഷേ അതിനെ മറ്റുള്ളവർ പ്രൊമോട്ട് ചെയ്യണം, മറ്റുള്ളവർ അതിനെ അംഗീകരിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നിർബന്ധമായിട്ട് എടുക്കരുത്. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇഷ്ടമാണ്. ഈ വിഷയത്തിൽ അഭിഷേക് ശ്രീകുമാറിനൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. ഇനി എത്ര ടോക്സിക് ആണെന്ന് പറഞ്ഞാൽ പോലും അഭിഷേക് ശ്രീകുമാർ റൈറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ ഞാൻ വീണ്ടും പറയുന്നു. ട്രാൻസ്ജെൻഡേഴ്സിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ LGBTക്കോ എതിരല്ല, പക്ഷേ അതിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് വാശി പിടിക്കുന്നവരെ ഒരിക്കലും നമുക്ക് അനുകൂലിക്കാൻ സാധ്യമല്ല. സോ അഭിഷേകിൻ്റെ വരവോടുകൂടി കപ്പ് മോഹികളായ പേക്കൂത്തുകാർക്ക് വലിയൊരു തിരിച്ചടി തന്നെ കൊടുത്തിരിക്കുന്നു. ബിഗ് ബോസ് അറിഞ്ഞോ അറിയാതെയോ. എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. അഭിഷേകിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എസ്പെഷ്യലി പ്രത്യേകം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.